ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ദേവയാനി രാത്രിയിൽ നയനെ വരെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നീ ആദർശിൻ്റെ കൂടെ ആ റൂമിൽ കിടക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനിവിടെ തറയിലാണ് കിടക്കുന്നത്. തറയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നീ ആ റൂമിൽ കിടക്കണ്ട. ഇപ്പം മനസ്സിലായി നിൻ്റെ കയ്യിലിരിപ്പ്, അവൻ മനയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അക്കാര്യത്തിൽ അമ്മ പേടിക്കൊന്നും വേണ്ട, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദേവയാനിയുടെ കണ്ടീഷൻ വളരെ മോശമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവയാനിയുടെ അസുഖം കൂടുകയാണ്. കൂടിക്കഴിയുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഓടി വരികയും ദേവയാനിയെ വീണ്ടും ICUലേക്ക് ആക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ ലിവറിന് കംപ്ലൈൻ്റ് ആയി എന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശനെയൊക്കെ വിളിച്ച് വരുത്താണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ആദർശേ, അമ്മയ്ക്ക് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അമ്മയുടെ ഓർഗൻസിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ ലിവറൊക്കെ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആദർശ് പറയും, ഡോക്ടർ അന്ന് ബ്ലഡൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, അമ്മ നോർമലായി തുടങ്ങി റൂമിലേക്ക് മാറ്റിയതുമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നത്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബ്ലഡൊക്കെ മാറ്റിയാലും ചിലപ്പോൾ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതുപോലെ തന്നെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, എന്താ ചെയ്യേണ്ടത് ഇനി എന്ന് ചോദിക്കുമ്പം പറയാണ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നിവർത്തിയുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉടനെ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവാണ്, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്യണം, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അതൊക്കെ ചെയ്യാൻ ഡോക്ടർ, എങ്ങനെയാണ് നമ്മളൊരു ഡോണറെ കണ്ടെത്തുന്നത്? അപ്പോൾ ഡോക്ടർ പറയാണ്, അത് ആ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡോണറെ കണ്ടെത്തിയാൽ മതി. അതിന് ചില നൂലാമാലകളൊക്കെ ഉണ്ട്, നമ്മുടെ റിലേഷനിലുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം നടക്കും, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. അത്രയും ലേറ്റ് ആവാനൊന്നും നമുക്കിപ്പോൾ സാവകാശം ഇല്ല, ദേവയാനിയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരോടാ പറയാൻ, നയനയുടെ ആയിട്ട് മാച്ചാണ്, നയന സമ്മതിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണം, വേണ്ട, ആ കുട്ടിയുടെ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, കാരണം ആ കുട്ടിയുടെ ബോഡി ഭയങ്കര വീക്കാണ്, ഇങ്ങനെ ഒരു വലിയ സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റുമോ അറിയില്ല, ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേറൊരാളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറയണം. അപ്പോഴാണ് ആദർശ് ആലോചിക്കുന്നത് അനാമികയുടെ കാര്യം. അപ്പം അനിയോട് പറയുന്നുണ്ട്, അനി, നീ അനാമികയോടൊന്ന് സംസാരിക്കുമോ, ഇങ്ങനെ ലിവർ ആവശ്യമായിട്ടുണ്ട്, അപ്പോൾ അമ്മയുടെ ലിവറിന് ഡാമേജ് ഉള്ളതുകൊണ്ട് അനാമിക ലിവർ പകുത്തു നൽകാൻ തയ്യാറാണോ എന്നറിയാം എന്ന് പറയുകയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, അവളതൊന്നും ചെയ്യുമെന്ന് തോന്നുന്നേ ഇല്ല ആദർശേട്ടാ, കാരണം ബ്ലഡ് തന്നെ ഒന്ന് ചോദിച്ചിട്ട് അവൾക്കത് പറ്റില്ല, അവൾക്ക് അങ്ങനെ അവളുടെ അവയവങ്ങളോ ബ്ലഡോ ഒന്നും കൊടുത്തിട്ടുള്ള സ്നേഹം വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെയുള്ളപ്പോൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ആദർശേട്ടാ എന്ന് പറയും. അപ്പോൾ ആദർശ് പറയാൻ ഒന്നുകൂടെ ചോദിക്കുന്നു പറയാം. അനി ചെന്ന് ചോദിക്കുമ്പോൾ അനാമിക ആ ഭാഗത്തേക്കെങ്ങും അടുക്കുന്നേയില്ല. അനാമിക പറയാണ്, എനിക്ക് പറ്റില്ല, അങ്ങനെ എൻ്റെ ഓർഗൻസ്, എൻ്റെ ലിവർ കൊടുക്കാനോ നടക്കുന്ന കാര്യമല്ല, ആ നയനയോട് തന്നെ പറ, അവളല്ലേ ബ്ലഡ് കൊടുത്തത്, അവളോട് തന്നെ പറ, അവൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ആദർശേട്ടന് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കണം, ഞാനങ്ങ് മരിച്ചു പോക്കോട്ടെ എന്ന്, അല്ലേ എനിക്കിത് പറ്റില്ല എന്ന് പറയാം. അങ്ങനെ ആദർശ് ആകപ്പാടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നയന തന്നെ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കാം, എനിക്കിപ്പം ലിവർ കൊടുത്തെന്ന് വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവാനൊന്നും പോകുന്നില്ല, എൻ്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമൊന്നും അല്ല ആദർശേട്ടാ, അന്ന് കുറേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ തല ചുറ്റി വീണതൊക്കെ, ഡോക്ടറിനോട് ഞാൻ സംസാരിക്കാം എന്ന് പറയാം. അപ്പോൾ ഡോക്ടറും നിരുത്സാഹപ്പെടുത്തുകയാണ് കേട്ടോ നയനെ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഡോക്ടർ, എനിക്കിപ്പം ലിവർ കൊടുത്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അമ്മയുടെ ജീവന് യാതൊരു ആപത്തും ഉണ്ടാവരുത്, ഇനിയിപ്പോൾ അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ തയ്യാറായി, ഇനി വേറൊരു ഡോണറെ അന്വേഷിക്കേണ്ട, അതിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും, അത്രയും നമുക്ക് കാത്തു നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നയന സ്വയം തയ്യാറാകണം. അപ്പോൾ ഡോക്ടറും മനസ്സിലോടെ അത് സമ്മതിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം നയനയുടെ സർജറി കഴിയാണ്. സർജറി കഴിഞ്ഞ് നയനയ്ക്കും ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ദേവയാനിക്ക് ബോധം വരികയാണ്. ദേവയാനിക്ക് ബോധം വരുമ്പോഴേക്കും അറിയാണ് നയന ഹോസ്പിറ്റലിലാണ് എന്ന്. അപ്പം എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ആദർശ, അത് അമ്മയ്ക്ക് ലിവർ തന്നത് അവളാണ്, ആ സമയത്ത് ഓടി നടന്നിട്ട് പലരോടും ചോദിച്ചു, അനാമികയോടും ഒക്കെ ചോദിച്ചു, പക്ഷെ അവരാരും തയ്യാറായില്ല അമ്മേ, നയനയാണ് അത് ചെയ്തതെന്ന് പറയും. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് ഇതാവുകയാണ്,
അപ്പോഴേക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ അവസ്ഥയിൽ അമ്മയെ നയനയില്ലാതെ വേറെ ആരും തന്നില്ല. അമ്മ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം തന്നെ നയനയാണ്. പക്ഷേ അവളിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവൾക്ക് ഇതുവരെ ബോധം പോലും വീണിട്ടില്ല. അവളുടെ ജീവൻ അവളിനി ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു റിസ്ക്കാണ് എടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് അങ്ങ് വിഷമമാവുകയാണ്. അയ്യോ, നയനയ്ക്ക് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ നിർബന്ധം കൊണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് നയനയോട് ഇഷ്ടമൊക്കെ ആകാൻ. അതിനുശേഷം നയനയ്ക്ക് അസുഖമൊക്കെ മാറുകയാണ് കേട്ടോ. നയന വീട്ടിലൊക്കെ എത്തുമ്പം വീണ്ടും കുശുമ്പ് തുടങ്ങുകയാണ് കേട്ടോ. അനാമികയും രേവതിയും ജലജയും ജാനകിയും എല്ലാം. അപ്പോൾ അതിനെല്ലാം ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നുണ്ട് ദേവയാനിക്ക് പുറത്തോട്ടങ്ങ് സ്നേഹമൊന്നും കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നയനയോടപ്പോൾ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ നയനയെക്കുറിച്ച് അടുക്കളയിലെ ജോലികളെല്ലാം നയന തന്നെ ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ ജലജ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, വേണ്ട, നയന മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, നിങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ അവസരം മുതലെടുത്തിട്ട് ഉടനെ നവ്യയും ഹനിയും കൂടെ പറയുന്നുണ്ട്, നയനേടത്തി ഓഫീസിലേക്ക് സ്ഥിരമായിട്ടങ്ങ് പോകും. അങ്ങനെ ഇപ്പോൾ ചോദിക്കുക വല്യമ്മ അപ്പോൾ സമ്മതിക്കും, കാരണം അവരോട് ദേഷ്യമല്ലേ, നയനേടത്തിയോട് ഒരു ഇഷ്ടം ഉണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ നയന പേടിച്ച് ചോദിക്കുകയാണ് കേട്ടോ ദേവയാനിയോട്, അമ്മേ ഞാൻ ഓഫീസിൽ സ്ഥിരമായിട്ടൊന്ന് പോയിക്കോട്ടെ, കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, കുറച്ച് പ്രൊജക്റ്റൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ജാനകി പറയുക, അങ്ങനെ നീ ഓഫീസിൽ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും, ഇവിടുത്തെ പാചകവും മറ്റുമൊക്കെ ആര് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ദേവയാനിക്ക് അപ്പോൾ അനാമികയൊന്നും കണ്ണ് കയറി കാണാമല്ല. അപ്പോൾ ദേവയാനി പറയുക, അനാമികയൊക്കെ ഇവിടെ ഇല്ലേ, ചെയ്യാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനാമിക മോൾ അങ്ങനെ അടുക്കളയിൽ കയറിയൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ജാനകി. അപ്പം ദേവയാനി പറയാണ്, അത് കുഴപ്പമില്ല, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി, നയന നാളെ മുതൽ ഓഫീസിൽ പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ ഓഫീസിൽ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ നയന. അപ്പോഴും ഇവരോരോരോ വഴക്കുകളും നയനയോട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നയന ഒരു ദിവസം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പം ആദർശ് പോയി കഴിയുമ്പോൾ നയനയ്ക്ക് വണ്ടിയൊന്നും കിട്ടുന്നില്ല. നയന ഒരുപാട് ഓട്ടോറിക്ഷ വിളിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ രേവതിയും അനാമികയും ഒക്കെ. അപ്പോഴേക്ക് അനാമിക പറയാം, ഇതുവരെ ഉദ്യോഗസ്ഥ പോയില്ലേ, മണി 10 കഴിഞ്ഞല്ലോ, MDയുടെ ഭാര്യ ആകുമ്പം എപ്പം വേണേലും പോയാൽ മതിയല്ലോ എന്നൊക്കെ പറയാം. അപ്പം നയന പറയാം, അതുകൊണ്ടല്ല അനാമിക, ഞാൻ കുറേ നേരമായി റെഡിയായി നിൽക്കുന്നു, ഒരു വണ്ടി പോലും കിട്ടുന്നില്ല, ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല എന്ന് പറയണം. നിനക്ക് വണ്ടി കിട്ടുകയല്ലോ, നടന്നങ്ങ് പോകണം, എല്ലാവരും നടന്നല്ലേ ഓഫീസിലൊക്കെ പോകുന്നത്, എപ്പോഴാണ് ഈ വണ്ടി ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അവരങ്ങ് നയനെ കളിയാക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അനാമിക കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, നയനെ വണ്ടി കിട്ടാത്തത് ഈ സമയം ആയതുകൊണ്ടാണ്, ഈ സമയം ഇനി നീ എന്നും വണ്ടി വിളിച്ചാലൊന്നും ഈ ഓഫീസ് ടൈമിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ നവ്യയും പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വരികയാണ് നമ്മുടെ ദേവയാനി അപ്പോൾ പറയണം, നയനെ നീ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, ഈ സമയത്ത് എന്ന് നിനക്കിനി ഓഫീസിൽ പോകേണ്ടതാണ്, അതുകൊണ്ട് നീ പോർച്ചിൽ കിടക്കുന്ന കാറിൽ പോയാൽ മതി എന്ന് പറയണം. അപ്പം നയന അത്ഭുതപ്പെട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ, 50 ലക്ഷം രൂപയുടെ കാറിലോ. അപ്പം നയന ഇങ്ങനെ നിൽക്കുമ്പം പറയാണ്, നീ ചെന്ന് താക്കോലകത്തുണ്ട്, ഡ്രൈവർ അവിടെയുണ്ട്, വിളിച്ചിട്ട് നീ എന്നും ഇനി ആ കാറിൽ പോയാൽ മതി, നിനക്ക് യാത്ര ചെയ്യാനായിട്ട് ഞാൻ ആ കാർ തന്നിരിക്കുകയാണെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ ജലജ അങ്ങോട്ട് കണ്ണ് കളി വരികയാണ്. എന്തായി അടുത്ത് ഈ പറയുന്നത്, 50 ലക്ഷം രൂപയുടെ കാർ അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു, അവൾക്ക് യാത്ര ചെയ്യാനുള്ള ഓട്ടോറിക്ഷയും പോരെ, 50 ലക്ഷം രൂപയുടെ കാറാണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയാം, അതെന്താ അവൾ 50 ലക്ഷം രൂപയുടെ കാറിൽ പോയാൽ കാർ ഓടുകയല്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ടല്ല ഇടത്തി, എന്നാലും അത്രയൊക്കെ വേണോ? വേണം, അവൾ ഇനി മുതൽ ആ കാറിലായിരിക്കും എന്ന് ഓഫീസിൽ പോകുന്നത് എന്ന് പറയുമ്പോൾ അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കുകയാണ് കേട്ടോ അനാമികയും ജലജയും ജാനകിയും രേവതിയും കൂടി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്